വിശ്വാസത്തിന്റെ ആത്മബലം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനിന്റെ കരുത്തുകൊണ്ട് റബ്ബിൽ തവക്കുല് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ ആ തീരുമാനം പടച്ചോൻ വിജയിപ്പിച്ചു തരും. ഇനി അത് പരാജയപ്പെട്ടാൽ പോലും റബ്ബ് എനിക്ക് അത് വിധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നൊരു മനോബലം ഉണ്ടാവണം. ആ മനോബലം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളും നാടും നമ്മളെ തീരുമാനം ഒരു പ്രദേശത്തിനും കുടുംബത്തിനും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഫസാദ് വേണ്ട എന്നൊരു വാപ്പ തീരുമാനമെടുത്താൽ, ഒരു ഉമ്മ കൂടെ നിന്നാൽ ഒരു പരിധിവരെ പല തിന്മകളെയും പ്രതിരോധിക്കാൻ സാധിക്കും. എന്റെ മകളുടെ കല്യാണത്തിന് ഇന്ന ഫസാദുകൾ വേണ്ട എന്നൊരു വാപ്പയുമ്മയും തീരുമാനമെടുത്താൽ ഒരു പരിധിവരെ ഒരാളെയെങ്കിലും ആ നന്മ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്റെ കുടുംബത്തിൽ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്നത് എന്റെ മക്കള് കാണണമെന്ന നെയ്യത്തോടെ നിങ്ങൾ ആ രക്ഷിതാക്കളെ പരിപാലിച്ചാൽ, അവരെ പരിഗണിച്ചാൽ, വളരുന്ന മക്കള് ആ പരിഗണന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും സംരക്ഷിക്കപ്പെടും. പക്ഷെ അതിനൊക്കെ ഒരു മനോബലം വേണം. ഈമാൻ ഉണ്ടാവും, ഉമ്മനെ വാപ്പനെ നോക്കൂല. കാരോ നോമ്പുമൊക്കെ ഉണ്ടാവും. വാപ്പയമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാപ്പനെയും ഉമ്മനെയും ചീത്ത അറിയാ, നിങ്ങൾ ആ പോയിക്കോളി, നിങ്ങൾക്ക് എന്താ ഓന്റെ അടേക്ക് പോയിക്കൂടെ എന്ന് പറയാ. മനോബലം നഷ്ടപ്പെട്ടതുകൊണ്ടാ അവരെ പരിഗണിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ്.